എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം വർഷമായി. ലോങ് വീഡിയോ ഇടാറുണ്ട്, ബട്ട് ഞങ്ങൾ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാറില്ല. ക്രാഫ്റ്റ് വീഡിയോ ഷോർട്ട് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം വർഷമായി. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഞാൻ പാർട്ടായിട്ട് 5 ദിവസമായിട്ട് ഇട്ടിരുന്നു കേട്ടോ, പല ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ കരുതിയ 3 ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഒന്നിച്ച് ലോങ് വീഡിയോ ആയിട്ടാണ് ഇടാറ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ടൈം ടേബിളിൽ തന്നെയാണ് തുടങ്ങാല്ലേ. ഞാൻ ഈ ടൈം ടേബിൾ ചെയ്യണത് ഒരു സ്കൈ തീമിലാട്ടോ. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ എന്തായാലും വേണമല്ലോ. ഫസ്റ്റ് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കണം, നല്ല തിന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് നല്ലൊരു തിക്കിലാണ് ഇട്ട് കൊടുത്തത്, പിന്നീട് ഞാനത് തിന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ 4 സൈഡിലും ഇതുപോലെയാണ് വരട്ട് കൊടുക്കുക. പിന്നെ ആ നടുവിൽ ഒരു സ്കൈ വരക്കാൻ മറക്കല്ല കേട്ടോ. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ആ സ്കൈ എന്ന്. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. സ്കൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടൈം ടേബിൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ആ സ്കൈ വരച്ചേക്കുന്നത്. ആ സ്കൈൻ്റെ ഉള്ളിൽ നമുക്ക് ടൈം ടേബിൾ എഴുതി വെക്കാം. അപ്പൊ ഇത് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുത്താലോ. കൊടുത്ത് അവസാനം ഫുള്ളായിട്ടാണ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ടൈം ടേബിൾ എന്നാണ് എഴുതി കൊടുക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് സ്കെച്ച് കൊണ്ടൊക്കെ വലിയ ഇടയിൽ എഴുതാനൊക്കെ പോയി, പക്ഷേ അത് തെറ്റെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെൻസിൽ കൊണ്ടാണ് എഴുതിയത്. സ്പെല്ലിംഗ് അല്ല കേട്ടോ, ഹാൻഡ് റൈറ്റിങ് ചിലപ്പോൾ തെറ്റിന്ന് വരും, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കണ്ടേ, അതിനെ കൊണ്ട് എനിക്ക് വയ്യ കേട്ടോ. അതുകൊണ്ട് ഞാൻ പെൻസിൽ കൊണ്ട് എഴുതി, അതിൻ്റെ മേലെ കൂടെ സ്കെച്ച് കൊണ്ടാണ് എഴുതുക. ഓക്കെ അല്ലേ? അപ്പം തന്നെ നമ്മളിത് ലൈറ്റിൽ ഇതിൻ്റെ നല്ല കളറുള്ളതാണ്, അതുകൊണ്ട് ഞാൻ മെല്ലെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് ഒന്നും ആവില്ല കേട്ടോ. പിന്നെ ഇതേപോലെ ക്രോസ് വരട്ട് കൊടുക്കുക, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് കാട്ടണം, അങ്ങനെ കാട്ടണം. ഇതേപോലെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ വരെ ഉള്ളൂ ഞങ്ങൾക്ക് ക്ലാസ്. ചിലവർക്ക് സാറ്റർഡേ ഉണ്ടാവും, അപ്പോൾ സാറ്റർഡേ എഴുതി കൊടുക്കാം. അപ്പം ഞങ്ങളിതാ ഫ്രൈഡേ വരെ ഉള്ള എഴുതിന് കേട്ടോ. ഇത് ഫുള്ളായിട്ടാണ് എഴുതി കൊടുക്കുക ഗൈസ്. വെനസ്ഡേ ഞാനിത് ഷോർട്ടായിട്ടാട്ടോ എഴുതുന്നത്, ഫുള്ളായിട്ടാണ് എഴുതുന്നില്ല. അതിനുള്ള സ്പേസ് ഇതിലില്ല. ഇനിയിപ്പോൾ ടൈം ടേബിൾ ഞങ്ങൾക്ക് സ്കൂളിൽ വിട്ടുതന്നിട്ടില്ല, ഇപ്പോൾ വെക്കേഷനെ കാണാമല്ലോ. അപ്പോൾ ഞാൻ വിട്ടുതന്നിട്ടുള്ളൂ ഇതിൽ എഴുതിയിരിക്കുക. ഞാൻ ഇതേപോലെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാ കളർ എടുത്തിട്ട് മേലല്ലേ ആ ഭാഗം സ്പേസ് ഇട്ടത്, അവിടെ നമുക്ക് ടൈമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ ആ ടൈമിൻ്റെ ഭാഗത്ത് ഞാൻ ഫസ്റ്റ് ഇവിടെ വരക്കെ ഇടാൻ നോക്കി, പക്ഷേ വേണ്ട ഗൈസ്, ചിലപ്പോൾ അഥവാ തെറ്റിപ്പോയാലോ, അതുകൊണ്ട് ഞാൻ വരട്ടില്ല, അവിടെ വെച്ചു. പിന്നെ ആ മേലുള്ള ഭാഗമല്ലേ, അവിടെ നമ്മൾ പിങ്ക് കളർ കൊടുക്കണം. പിങ്ക് തന്നെ വേണമെന്നില്ല, യെല്ലോ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഞാൻ പിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ കൊടുക്കട്ടോ. ആൻഡ് നമ്മളുടെ ഈ ഒരു ക്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതായത് ടൈം ടേബിൾ ക്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ അടുത്ത ക്രാഫ്റ്റിലോട്ട് പോവാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാട്ടോ സ്റ്റിക്കർ ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മോശമല്ലേ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സ്റ്റിക്കറാണ്. ഇതിൻ്റെ മേലെ ഞാൻ സെലോ ടേപ്പാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്, കവായ് സ്റ്റിക്കേഴ്സ്. ഇത് ഞാൻ മറ്റേ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് വരച്ചതാണ്, ട്രീസൊന്നും അല്ല കേട്ടോ, നോക്കി വരച്ചതാണ്. അപ്പോൾ അതാ എല്ലാത്തിനും ഓരോ സാധനങ്ങളുണ്ട്. ഇത് ഈ നീലക്ക് ബാഗ് ഉണ്ട്, ബ്ലൂ കളർ ബാഗും ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതാ ആ റെഡും ഗ്രീനും ഇല്ലേ, അതിന് ഞാൻ റോസ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഈ പിങ്കിന് ഓൾറെഡി ഒരു ബാഗ് ഉണ്ടായിട്ട് മേലെ ഒരു ബൊമ്മക്കുട്ടീനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇല്ലാത്തത് ആ കോട്ട് ഇട്ടതിനും പിന്നെ യെല്ലോ ഗ്രിഡ് ലൈറ്റ്സിൻ്റെ ഡ്രസ്സ് ഇട്ടതിനും കേട്ടോ. പോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കല്ലേ, സിമ്പിളാണ്. പിന്നെ ഇതെങ്ങനെ ഒട്ടിക്കാന്ന് ചോദിച്ചവർക്കുള്ള ഇല്ല, ലാസ്റ്റത് പറഞ്ഞു തരാം കേട്ടോ. എനിക്കത് എങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതിൻ്റെ പിടുത്തം കിട്ടിയിട്ടില്ല. കിട്ടണവർ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ദാ ഇതേപോലെ നമ്മൾ ടൈം ടേബിളിൻ്റെ ഒക്കെ ബാക്കി കട്ട് ചെയ്തിട്ട് പീസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇതേപോലെ ഒരു ബാഗൊക്കെ വരച്ചു കൊടുക്കണം കേട്ടോ. അവസാനമായിട്ട് ഞാൻ ആ ബോം കൂടി വരച്ചെടുത്തപ്പോൾ ആ പർപ്പിൾ കുട്ടിയുടെ ബാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാത്തിനും ബാഗല്ല വരക്കണത്. ആൻഡ് ഇതുമ്പോൾ നമ്മൾ ഇനി സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഈ സെലോ ടാപ്പ് ഗൈസ് ഇതിൻ്റെ തലപ്പ് കിട്ടി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തലപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. തലപ്പിനെ നൈസിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ ടാപ്പാണല്ലോ. അപ്പോൾ ഇതേപോലെ ഞാൻ എടുക്കുക ആൻഡ് കട്ട് ചെയ്യുക, ഒട്ടിക്കുക. ഞാനിതാ കട്ട് ചെയ്തു കേട്ടോ. കട്ട് 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 ആൻഡ് നമുക്കിത് ഇതിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചെറുതായിട്ട് റോളൊക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഒട്ടിച്ചു കൊടുക്കാമല്ലോ. ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കാം. കുറേ നേരം ഞാൻ ഒട്ടിച്ചു കൊടുക്കുക പറയുന്നില്ലേ. ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ല. അപ്പോൾ ഈ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ള ബാഗ് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കണില്ല. അത് നമ്മൾ വെറുതെ ഷോക്കാണ്. പിന്നെ ആ നടു കട്ട് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യുക. എൻ്റെ അടുത്ത് പേപ്പർ കട്ടർ ഇല്ല ഗായ്സ്. അതിൻ്റെ ഒരു ഭാവമാണ്. പിന്നെ അതെങ്ങനെ ഒട്ടിക്കാതെ ചോദിച്ചവർക്കുള്ള ആൻസർ ഫെവിക്കോൾ ഒട്ടിച്ചോളി. ഫെവിക്കോളിന് ആകെ 10 രൂപ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് ഒട്ടിക്കുക. അല്ലാതെ എനിക്ക് ട്രിക്കും കിട്ടിയിട്ടില്ല. ട്രിക്ക് കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ആ യെല്ലോ കുട്ടിക്കുള്ളതാണ് ഉണ്ടാക്കി കൊടുക്കണം. യെല്ലോക്ക് ഞാൻ ബാഗല്ല ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ബാഗല്ല ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് എനിക്ക് പ്ലാൻ ചെയ്തിട്ട് കിട്ടിയതെന്ന് പറഞ്ഞാൽ യെല്ലോ കളറിലൊരു റെക്റ്റാങ്കിളായിട്ട് ചെറിയ തിന്നിലൊരു ബോക്സ് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് അതുമ്മേ ഹലോ എന്നാണ് എഴുതി കൊടുക്കാം. ഇതേപോലെ ബോക്സ് വരയ്ക്കുക. ഫസ്റ്റത്തെ കൊള്ളായിട്ടുണ്ട്. സെക്കൻഡത്തെ ഞാൻ ബോക്സ് വരച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഓറഞ്ച് കളർ കൊണ്ട് ഹലോ എന്നാണ് എഴുതി കൊടുത്തു. അല്ലെങ്കിൽ ഹേ എന്ന് എഴുതിയാലും മതിട്ടോ, തരക്കേടില്ല. എന്നിട്ട് ഇതേപോലെ ഹലോ എന്ന് എഴുതി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ അതന്നെ സെലോ ടേപ്പ് ഒട്ടിക്കുക ആൻഡ് കട്ട് കട്ട് കട്ട്.
ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളിയല്ലേ സാധനം? എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ക്രാഫ്റ്റും കഴിഞ്ഞു. രണ്ടാമത്തെ ക്രാഫ്റ്റ് സ്റ്റിക്കർ അല്ലേ. ഇനി മൂന്നാമത്തെ ക്രാഫ്റ്റ് ഞാൻ നീനു ഷാജി ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യണത്. അതായത് ഇതിനാണൊന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചിട്ട് എന്നിട്ട് പറയാലേ. അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ അത് എടുക്കാറില്ല, യൂസ് ചെയ്യാറില്ല. പ്രാവശ്യമെങ്കിലും സ്കൂൾക്കൊന്ന് കൊണ്ടുപോകണം ഗൈസ്. ഞാൻ അത് ഫയലിലെടുത്തൊക്കെ നല്ല ഞാൻ അത് കൊണ്ടുപോകാറൊന്നുമില്ല. എനിക്കൊരു ഓർഗനൈസർ ഉണ്ടാക്കണമെന്നുണ്ട്. ഇവിടെ ഒരു ഫോൺ പെട്ടി ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാമല്ലേ. നാളത്തെ വീഡിയോ അതാവുന്ന ഉറപ്പൊന്നും പറയണില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ നീലക്കുട്ടിക്ക് നമ്മളിതാ നീല ബാഗും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഏതായാലും സ്റ്റിക്കർ ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുണ്ടാക്കാം? അതന്നെ നിഷാജി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മെമോ പാഡ് ഉണ്ടാക്കാം. മെമോ പാഡ് ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് കൊള്ളായിന്ന് സംശയം ഇല്ലാതില്ല. അപ്പോൾ നമ്മളുടെ പേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. സ്കൂളൊക്കെ പൂട്ടിയ സ്ഥിതിക്ക് ഓരോന്നിൻ്റെ പേജൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അന്നൊരു പേജ് കീറി എടുത്തിട്ടുണ്ട്. എൻ്റെ മാത്സ് നോട്ടിൻ്റെ പേജാണ് ഗൈസ്. മാത്സ് നോട്ട് കുറേ ബാലൻസ് വന്നിരുന്നു. എൻ്റെ ബാക്കിലിരിക്കണ കൊറിയൻകാരുടെ ഡെസ്കിലിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഞാൻ ഈ മാത്സ് നോട്ടിൽ നിന്ന് പേജ് കീറിച്ചാട്ടോട്ടാക്കിക്കണേ. കാരണം കുറേ പേജ് വേസ്റ്റ് ആയിട്ട് കടന്നിരുന്നു. ഇനിയൊരു മിനി ബുക്ക് ഉണ്ടാക്കുന്ന പ്ലാനൊക്കെ ഉണ്ട്. ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാനൊരു വാട്സപ്പ് ചിഹ്നം അങ്ങനെ വരച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ദയവ് ഇത് നിങ്ങൾ കട്ട് ചെയ്യല്ലേ. ഞാൻ ആ ട്രേസിന് വേണ്ടിയിട്ടോ കട്ട് ചെയ്യണത്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കല്ലേ ഗേൾസ്, കട്ട് ചെയ്തെടുക്കല്ലേ. അപ്പോൾ ആ ട്രേസിൽ ഞാൻ ഫുള്ളായിട്ടാണ് വരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ വെക്കുക ആൻഡ് വരക്കണേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തരുന്നത്. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതിങ്ങനെ വരച്ചെടുക്കാൻ. കട്ട് ചെയ്യാൻ നല്ല സുഖം ഗൈസ്. കട്ട് ചെയ്യാൻ സ്ക്വയർ കട്ട് ചെയ്താൽ മതിയല്ലോ. അത് ഉള്ളിക്കാക്കി കട്ട് ചെയ്യുമ്പോഴുള്ളൂ വലിയ പ്രശ്നമുള്ളത്. അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഫുള്ളായിട്ടാണ് വരച്ചെടുത്തിട്ടോ ഞാൻ. എന്ത് സ്പീഡല്ലേ ഞാൻ. ആൻഡ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ക്വയർ സ്പേസ് ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന് ഉള്ളിൽ മാത്രം യെല്ലോ കളർ ചെയ്ത് കൊടുക്കുക. ഇത് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ വെറുതെ ഷോക്ക് വേണ്ടിയിട്ട് മാത്രം കളർ ചെയ്തു. ഒരു 4 എണ്ണം കളർ ചെയ്തപ്പോൾ തന്നെ ഞാൻ കുഴങ്ങി. ബാക്കിയൊന്നും ഞാൻ കളർ ചെയ്യില്ല ഗൈസ്. പിന്നെ നമ്മൾ ഇതേപോലെ സ്ക്വയർ എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇതേപോലെ വെക്കാം. അപ്പോൾ ഒന്നിന് വലിപ്പം കൂടുതൽ കണ്ടു. നോ ഗൈസ്, അതിന് ഇത്ര വലിപ്പം വേണ്ട. അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. ഇതിനിപ്പോൾ ഓർഗനൈസ് തന്നെ പറയല്ല ഗൈസ്. ഇതിനിപ്പോൾ ഓർഗനൈസ് എന്നല്ല പറയുക. ഇതിന് നമ്മൾ ഇതേപോലെ അട്ടിക്ക് വെക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ അടുക്കി വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് എൻ്റെ പരിപ്പിളകിയോ എന്ന് സംശയമുണ്ട് കേട്ടോ. കാരണം കുറേ നേരം വെച്ചു, അവസാനം അത് കൊളായി. എന്നിട്ട് വീണ്ടും വെച്ചു. അങ്ങനെ വെച്ച് എനിക്ക് ഭ്രാന്തായിക്കുന്നു. അങ്ങനെ ഏകദേശം മെമ്മോ പാഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി അതിനെ ക്ലിപ്പ് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ക്ലോത്തുമ്മേ കിടന്ന ക്ലിപ്പില്ലേ അതാക്കാം, അല്ലെങ്കിൽ വുഡൻ ക്ലിപ്പ് ആയാലും മതിട്ടോ. ഞാനിവിടെ വുഡൻ ക്ലിപ്പാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഇതെങ്ങനെ ക്ലിപ്പ് ചെയ്യാമെന്ന് മനസ്സിലായില്ല ഗൈസ്. അങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ അത് ലൂസായി പോകും. അപ്പുറത്തെ സൈഡിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ. അങ്ങനെ ഇത് വെച്ച് നോക്കിയിട്ട് ഞാൻ ക്യാമറ വെച്ചിട്ട് എടുക്കണം ഗൈസ്. അതുകൊണ്ട് നേരെ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഫോണിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കണത്. ഞാൻ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് എടുക്കാറ്. അപ്പോൾ അത് ലൂസായി പോകുന്നു. കാരണം ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ഞാൻ പിന്നെ നേരെ വെച്ചു ഗൈസ്. അന്ന് നമ്മൾ പ്രഷർ കൊടുത്താലുള്ളൂ പറ്റിയ. ഇതുമ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്ക് വെക്കുമ്പോൾ പ്രഷർ കൊടുക്കാൻ പറ്റൂല. പിന്നെ ഇതേപോലെ നമ്മൾ മേലെ ഭാഗത്ത് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇതേപോലെ ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പ്രെഡ് ചെയ്ത്
അതിൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വുഡൻ ക്ലിപ്സ് അതോ ഗൈസ് കറണ്ട് പോയോ? ഇല്ല, ഫ്ലാഷ് പോയതാണ്. പിന്നെ അതാ ഇതേപോലെ ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തു ഗൈസ്. പിന്നെ അതാ ഇതിൻ്റെ നമ്മൾ പറിച്ചെടുത്തിട്ട് വർക്കിംഗ് ആണോ നോക്കണ്ടേ. ഇതേപോലെ പറിച്ചെടുത്തതിന് ശേഷം ഞാനൊരു ബ്ലാക്ക് സ്കെച്ച് എഴുതിയിട്ട് ഹേയ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഹേയ് ഹേയ് അങ്ങനെ തന്നെ. അപ്പോൾ ഇതാ നമ്മളുടെ 3 സാധനങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.